നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴയിൽ ശാരീരിക വൈകല്യമുള്ള മകനെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്തു. മരിച്ചത് കുളമാവ് മുത്തിയുരുണ്ടയാർ പുത്തൻപുരയ്ക്കൽ ഉന്മേഷ്, മകൻ ദേവ് എന്നിവർ. സംഭവം കാഞ്ഞിരമറ്റത്ത് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വച്ച. കട്ടപ്പന നഗരസഭാ പരിധിയിലുള്ള ആശാവർക്കർമാർക്ക് നഗരസഭയുടെ ഓൺ ഫണ്ടിൽ ഉൾപ്പെടുത്തി 2000 രൂപ ഇൻസെന്റീവ് നൽകാനുള്ള തീരുമാനം ചുവപ്പ് നാടയിൽ കുടുങ്ങി. പ്രതിസന്ധിക്ക് കാരണം നഗരസഭ ഫണ്ട് വകയിരുത്തിയെങ്കിലും പദ്ധതിക്ക് DPCയുടെ അംഗീകാരം ലഭിക്കാത്തത്. ദേശീയപാത 85 നിർമ്മാണത്തിൽ അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് പിന്നാലെ കോടതിയിൽ ഹർജി നൽകിയ പരിസ്ഥിതി പ്രവർത്തകൻ MN ജയചന്ദ്രന്റെ വീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. തൊടുപുഴയിലെ വീടിന് മുന്നിൽ സമരം നടത്തിയത് അടിമാലിയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MN ജയചന്ദ്രന്റെ വീടിന്റെ ഗേറ്റ് പൂട്ടി. വയോധിക മാത്രമുള്ള സമയം KSEB ഉദ്യോഗസ്ഥനെന്ന വ്യാജേന എത്തിയ അജ്ഞാതൻ വീട്ടിലെ ഫ്യൂസ് ഊരിയതായി പരാതി. സംഭവം രാജകുമാരിയിൽ. ജീവനക്കാരെ അയച്ചിട്ടില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും KSEB അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. തൊടുപുഴയിൽ ശാരീരിക വൈകല്യമുള്ള മകനെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്തു. കുളമാവ് മുത്തിയുണ്ടയാറിന് സമീപം പുത്തൻപുരയ്ക്കൽ ഉന്മേഷ്, മകൻ ദേവ് എന്നിവരാണ് മരിച്ചത്. കാഞ്ഞിരമറ്റത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വെച്ചാണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം പുറത്തറിയുന്നത്. കാഞ്ഞിരമറ്റത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വെച്ചാണ് സംഭവം നടന്നത്. മകനെ കൊലപ്പെടുത്തിയ ശേഷം ഉന്മേഷ് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഈ പിതാവ് എന്ന് പറയുന്ന ഉന്മേഷ്, അയാൾ ചെറിയ കൂലിപ്പണിയും ലോട്ടറി കച്ചവടമായിട്ടൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കയറി പരിശോധിച്ചതിൽ ഈ കുട്ടി ബെഡ്റൂമിൽ കുട്ടിയെ ഫാനിൽ ഹാങ് ചെയ്തിരിക്കുകയാണ്. പിതാവ് ബെഡ്റൂമിൽ പുറത്ത് ഹാളിൽ കയറിൽ ഹാങ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് പ്രാഥമികമായിട്ട് കാണുന്നത്. ഇനി കൂടുതലായിട്ടുള്ള പരിശോധനകളും കാര്യങ്ങളും നടത്തേണ്ടതുണ്ട്. ഇരുവരുടെയും മൃതദേഹം വാടക വീടിനുള്ളിലെ മുറിയിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. ഉന്മേഷിന്റെ ഭാര്യ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. ക്രൂരകൃത്യത്തിന് കാരണമെന്തെന്ന് വ്യക്തമല്ല. തൊടുപുഴ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കട്ടപ്പന നഗരസഭാ പരിധിയിലുള്ള ആശാവർക്കർമാർക്ക് നഗരസഭയുടെ ഓൺ ഫണ്ടിൽ ഉൾപ്പെടുത്തി 2000 രൂപ ഇൻസെന്റീവ് നൽകാനുള്ള തീരുമാനം ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്നു. നഗരസഭ ഫണ്ട് വകയിരുത്തിയെങ്കിലും ഈ പദ്ധതിക്ക് DPCയുടെ അംഗീകാരം ലഭിച്ചില്ല. ഇതാണ് ആശാവർക്കർമാർക്ക് തുക നൽകുന്നതിലെ പ്രതിസന്ധിയെന്ന് അധികൃതർ പറയുന്നു. കട്ടപ്പന നഗരസഭയിൽ 34 ആശാവർക്കർമാരാണ് ഉള്ളത്. ഇവർക്ക് സർക്കാർ പ്രതിമാസം നൽകുന്ന 7000 രൂപയും കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് 2000 രൂപയുമാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാവർക്കർമാർ തങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സമരപരിപാടികളോട് സർക്കാർ മുഖം തിരിച്ചതോടെ പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് UDF ഭരണസമിതിയുള്ള നഗരസഭ, പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ഫണ്ട് വകയിരുത്തി ഇൻസെന്റീവ് നൽകണമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രഖ്യാപനത്തിന്റെ ചുവട് പിടിച്ചാണ് കട്ടപ്പന നഗരസഭ ഫണ്ട് വകയിരുത്തിയത്. 2000 രൂപ ഇൻസെന്റീവായിട്ട് നൽകാനായിരുന്നു തീരുമാനം. ഇതിന് പ്രകാരം പദ്ധതി ഉണ്ടാക്കി DPCയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചെങ്കിലും സർക്കാരിന്റെ തീരുമാനമില്ലാതെ നൽകാൻ കഴിയില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. ഇതോടെ ഈ തുക ആശാവർക്കർമാർക്ക് നൽകാൻ കഴിയാത്ത അവസ്ഥയാണ്. നിലവിൽ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന ആശാവർക്കർമാരോട് അനുഭാവപൂർവമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കണമെന്ന് കട്ടപ്പന നഗരസഭ UDF കൗൺസിലർ പ്രശാന്ത് രാജു ആവശ്യപ്പെട്ടു. ഈ സമരത്തിന്റെ ഭാഗമായി, ആശാവർക്കർമാരുടെയൊക്കെ സമരത്തിന്റെ ഭാഗമായി ബഹുമാനായ പ്രതിപക്ഷ നേതാവിൻ്റെ ഇടപെടലിനെ തുടർന്ന് UDF ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ എന്നിവ 1000 മുതൽ 2000 രൂപ, ഇപ്പോൾ കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ 2000 രൂപ ആശാവർക്കർമാർക്ക് നൽകാൻ തീരുമാനിച്ചു. അതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കി അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള സാങ്ഷന് വേണ്ടി എത്തിയപ്പോൾ വീണ്ടും ഉദ്യോഗസ്ഥന്മാരുടെ ചുവപ്പ് നാട ആ ഫയലിന് മുകളിൽ വീണിരിക്കുക. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവില്ലാത്തതുകൊണ്ട് നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് ഉദ്യോഗസ്ഥന്മാർ നിലനിൽക്കുന്നത്. അത് ഗവൺമെൻറ് ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് കാണിക്കുന്ന പ്രതികാര നടപടിയാണ്. നിലവിൽ ആശാവർക്കർമാർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി 7000 രൂപ സർക്കാർ ഓണറേറിയം നൽകുമ്പോൾ പെർഫോമൻസ് ഇൻസെന്റീവ് 500 രൂപ വേണമെന്ന നിബന്ധനയുണ്ട്. മാസം പെർഫോമൻസ് ഇൻസെന്റീവ് 500 രൂപ ആയില്ല എങ്കിൽ 7000 രൂപ എന്നുള്ളത് 3500 രൂപയായി ചുരുങ്ങും. ഇതോടെ നാമമാത്ര തുക മേടിച്ച് ജോലി ചെയ്ത് മുന്നോട്ടു പോകേണ്ട സാഹചര്യമാണ് നിലവിലെന്ന് ആശാവർക്കർമാർ പറയുന്നു.
അപ്പം ഞങ്ങൾക്ക് 10 മാനദണ്ഡമായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ഈ 10 മാനദണ്ഡത്തിന് അത് വേണ്ടാന്നുള്ളത് മാറ്റിയിട്ട് ഇൻസെൻറ്റീവിനകത്തേക്കിട്ട് പെർഫോമൻസ് ഇൻസെൻറ്റീവ് 500 രൂപ ഇല്ലെങ്കിൽ 3500 ആക്കും എന്ന് പറഞ്ഞു. മെയ് മാസത്തിൽ എനിക്ക് അങ്ങനെ പറ്റി. 20 രൂപയുടെ കുറവ് വന്നിട്ട് 3500 കിട്ടുള്ളൂ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നഗരസഭയും മുനിസിപ്പാലിറ്റി പറഞ്ഞു, പഞ്ചായത്തുകളും പറഞ്ഞിരുന്നു 1000 രൂപ വെച്ച് എന്ന് പറഞ്ഞിരുന്നു, നമുക്ക് ആശമാർക്ക് ഒരു ഇൻസെൻറ്റീവ് പോലെ തരാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ പൈസ പോയപ്പോൾ ഇതേപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ടെക്നിക്കൽ തകരാറുകളാണ്, അപ്പോൾ അത് കിട്ടാൻ താമസമുണ്ടെന്നൊക്കെയോ ഫോമുകൾ റെഡിയായി വരണം, സർക്കാർ കൂടെ ഒന്ന് അംഗീകരിച്ചാൽ മാത്രമേ തരുവുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഇല്ല ഇതും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ആശമാർ. എല്ലാവരും 30 ദിവസവും പണിയെടുക്കുന്നുണ്ട്, പക്ഷേ പകുതി പൈസ ഇതൊക്കെ കുറച്ച് പേർക്ക് കിട്ടുന്നുള്ളൂ. ദൈനംദിന ജീവിത ചെലവുകൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ തങ്ങളോട് കാണിക്കുന്ന അനീതി അവസാനിപ്പിക്കണമെന്നാണ് ആശാ വർക്കർമാരുടെ ആവശ്യം. നഗരസഭ ഫണ്ട് വകയിരുത്തിയെങ്കിലും പദ്ധതിക്ക് DPCയുടെ അംഗീകാരം ലഭിക്കാത്തതാണ് തുക നൽകുന്നതിലെ പ്രതിസന്ധിയെന്ന് നഗരസഭ അധികൃതരും വ്യക്തമാക്കി. ദേശീയപാത 85 നിർമ്മാണത്തിൽ അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് പിന്നാലെ കോടതിയിൽ ഹർജി നൽകിയ പരിസ്ഥിതി പ്രവർത്തകൻ MN ജയചന്ദ്രന്റെ വീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. അടിമാലിയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് തൊടുപുഴയിലെ വീടിന് മുന്നിൽ സമരം നടത്തിയത്. പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MN ജയചന്ദ്രന്റെ വീടിന്റെ ഗേറ്റ് പൂട്ടി. അടിമാലിയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് തൊടുപുഴയിലെ വീടിന് മുന്നിൽ ഉപരോധ സമരം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ, ദേവികുളം അസംബ്ലി കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന മുൻ സെക്രട്ടറി MA അൻസാരി സമരം ഉദ്ഘാടനം ചെയ്തു. വനംവകുപ്പുമായുള്ള MN ജയചന്ദ്രന്റെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഹർജിക്ക് പിന്നിലെന്ന് അദ്ദേഹം ആരോപിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അറിയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഇദ്ദേഹം BJPയുടെ മാത്രമാണല്ല, സർക്കാരിന്റെയും കൂടെയാണ്. സർക്കാരിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമിൽ ഇദ്ദേഹമാണ് മുഖ്യ ക്ഷണിതാവ്. നിങ്ങൾക്കറിയാം, വനംവകുപ്പിന്റെ ബിനാമിയും കൂടിയാണ്. കോടിക്കണക്കിന് രൂപ ഇദ്ദേഹം കൈപ്പറ്റിക്കൊണ്ടാണ് ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ ഇടുക്കിക്കാരെ ഒറ്റുകൊടുത്തിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ആക്ഷേപം. അതുപോലെ തന്നെ കേരളത്തിന്റെ സർക്കാർ ചീഫ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്താണ്? ഇത് വനഭൂമിയാണെന്നാണ് പറഞ്ഞത്. 30 മീറ്റർ അഥവാ 30 അടി വനഭൂമി, 30 അടി രാജഭരണകാലത്ത് അനുവദിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം 1 വർഷക്കാലം മുമ്പ് കോടതി വിധിച്ചിരിക്കുന്നത് എന്താണ്? ഇത് 30 മീറ്റർ വീതിയിൽ ഇത് റവന്യൂ ഭൂമിയാണെന്ന് വിധിച്ചതിന് എതിരെയാണ് ഇദ്ദേഹം കോടതിയിൽ പോയി ഇപ്പോൾ ഉത്തരവ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MN ജയചന്ദ്രന്റെ വീടിന്റെ ഗേറ്റ് പൂട്ടി. പണി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അത് അറിയിക്കാനാണ് വന്നത്. നിങ്ങൾക്ക് ഈ വീടിന്റെ ഗേറ്റ് പൂട്ടിയാൽ ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ. അതേ അവസ്ഥ തന്നെയാണ് ഞങ്ങൾക്കും. ഞങ്ങളെ ഇടുക്കിക്കാർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. മോനോട് പറഞ്ഞത് തിരുത്തണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങള് ഇടുക്കി ജനത ഒറ്റക്കെട്ടായിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇദ്ദേഹത്തെ ഈ തെരുവിൽ ഇറക്കി നടത്താൻ സാധിക്കില്ല. അതേ രീതിയിലുള്ള പ്രക്ഷോഭമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കണം. കാരണം ഞങ്ങളുടെ വലിയ ആഗ്രഹമാണ് അതിലെ റോഡ്. നിരവധി പേരാണ് ദിവസവും മരം വീണ് മരിക്കുന്നത്. സമരശേഷം പോലീസ് എത്തിയാണ് ഗേറ്റ് തുറന്നു നൽകിയത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബിലാൽ സമദ്, അനിൽ കനകൻ, ഷാനു, ബിബിൻ ആഷിൻ, ടോമി തുടങ്ങിയവർ നേതൃത്വം നൽകി. വയോധിക മാത്രമുള്ള സമയം KSEB ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന എത്തിയ അജ്ഞാതൻ വീട്ടിലെ ഫ്യൂസ് ഊരിയതായി പരാതി. രാജകുമാരിയിലാണ് സംഭവം. ജീവനക്കാരെ അയച്ചിട്ടില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും KSEB അധികൃതർ അറിയിച്ചു. രാജകുമാരി ഷെല്ലിയിൽ സിബിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധമാണ് കഴിഞ്ഞ ദിവസം വിച്ഛേദിച്ചത്. 75 വയസ്സുകാരിയായ സിബിയുടെ അമ്മ അന്നമ്മ മാത്രം വീട്ടിലുണ്ടായിരുന്നപ്പോഴായിരുന്നു സംഭവം. KSEB ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തി കാക്കി വസ്ത്രം ധരിച്ചെത്തിയ അജ്ഞാതൻ ബില്ല് അടയ്ക്കാത്തതിനാൽ ഫ്യൂസ് ഊരുകയാണെന്ന് പറയുകയായിരുന്നു. പണം അടച്ചെന്ന് പറഞ്ഞെങ്കിലും ഫ്യൂസ് ഊരിക്കൊണ്ടു പോവുകയായിരുന്നുവെന്ന് അന്നമ്മ പറയുന്നു. പൈസ അടച്ചെന്നാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞില്ല. പത്രം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞ് പൈസ അടച്ചതാന്ന് പറഞ്ഞപ്പോൾ ഒന്നും വേഗം തന്നെ ഇവിടെ വന്ന് ഇങ്ങോട്ട് വന്നു. അത് ഇങ്ങോട്ട് വന്നതുകൊണ്ട് പിന്നെ ഞാനും വന്നപ്പോൾ കാലം കൊണ്ട് പയ്യെ നടക്കാവുള്ളൂ. വന്നപ്പോഴത്തേക്കും ഇവിടെ വന്നിട്ട് കടലാസൊന്നും തന്നില്ല, ഇണ്ടാതെ അങ്ങ് പോവുകയും ചെയ്തു. ഞാൻ അപ്പുറം വീട്ടിൽ ചെന്നു, അവിടെ ഉണ്ടോയെന്നറിയാൻ. അവിടെ ഇല്ല. പിന്നീട് കുടുംബങ്ങളെത്തി രാജകുമാരി KSEB ഓഫീസുമായി ബന്ധപ്പെട്ടു. എന്നാൽ ഓഫീസിൽ നിന്നും ആളെ അയച്ചിട്ടില്ലെന്ന് AE അജികുമാർ പറഞ്ഞു. ഇന്നലെ കസ്റ്റമർ കെയറിൽ നിന്ന് കംപ്ലൈൻറ്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇന്നലെ അവിടെ പോകുന്നതിന് മുമ്പായി പോയ സമയത്ത് തന്നെ ആൾക്കാർ അവിടെ വയലൻ്റ് ആണെന്നും അവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ ജീവനക്കാരെ കയറ്റം ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു വന്നു. അപ്പോൾ ആ വിവരം വൈസ് പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞതായിരുന്നു. നിലവിൽ അത് പരിശോധിച്ചപ്പോഴത്തേക്ക് അത് നമ്മുടെ ജീവനക്കാർ അവിടെ ഡിസ്കണക്ഷൻ ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. കാര്യം വെച്ചാൽ അതിന് നേരത്തെ പൈസ അടച്ചു പോയതാണ്. നിലവിൽ അതിനകത്ത് നമ്മുടെ DC ലിസ്റ്റ് വരാത്തായിരുന്നു. അപ്പോൾ അതെന്താണ് കാര്യം എന്നുള്ളത്, ശരിക്കും എന്താണ് കാര്യം സംഭവിച്ചെന്നുള്ളത്
എനിക്കറിയത്തില്ല. അത് സംഭവം KECBയിൽ അറിയിച്ചിട്ടും ഒരു ദിവസം കഴിഞ്ഞാണ് ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതെന്ന് വീട്ടുടമ സിബി പറഞ്ഞു. നിങ്ങൾ പൈസ അടച്ചിട്ടുണ്ടെന്ന് നോക്കാമെന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൽ നോക്കി, സാറ് കമ്പ്യൂട്ടറിൽ നോക്കി കഴിഞ്ഞപ്പോൾ പൈസ അടച്ചിട്ടുണ്ട്, 1500 അടച്ചിട്ടുണ്ട്, പിന്നെ 56 പൈസ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു. അതാണ് സാറ് ഞാൻ പോയി അടയ്ക്കാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ആരും വന്ന് ഫീസ് ഊരിയിട്ടില്ല, ഇവിടുന്ന് ആരും ഞങ്ങൾ വിട്ടിട്ടുമില്ല, നിങ്ങൾ കാരണന്മാരായിരിക്കും ഊരിയെന്ന് പുള്ളി എന്നോട് പറഞ്ഞു. കാരണന്മാർ ഊരാൻ ഞങ്ങൾ 75-80 പൈസ കാരണന്മാർ ഊരാൻ പറ്റില്ല, ഇങ്ങനെ ഊരുന്നത് അത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, നിങ്ങളെല്ലാം ചെയ്യാൻ പറഞ്ഞു. പുള്ളി ആ ഓഫീസിൽ നിന്ന് കയറിപ്പോയി ചെയ്യും. ഒരു 4:45 ഞാൻ ചെല്ലുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് KECB ഉദ്യോഗസ്ഥർ അറിയിച്ചു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്ന് നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് 4 പേരെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്നും 6 ഇരുമ്പ് ജനൽപ്പാളികൾ ഇവർ മോഷ്ടിച്ച് കടത്തിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കട്ടപ്പന കുന്തളമ്പാറ സ്വദേശിയായ സുനിൽ തങ്കച്ചൻ, തങ്കമണി നീലിവയിൽ സ്വദേശിയായ വിപിൻ വിജയൻ, വെട്ടിക്കുഴക്കവല സ്വദേശിയായ റിനു റിജി, ആക്രിക്കട ഉടമയായ സ്കറിയ ജോസഫ് എന്നിവരാണ് അറസ്റ്റിലായത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആൽവിൻ തോമസ് എന്ന വ്യക്തിയുടെ കെട്ടിടത്തിലാണ് മോഷണം നടന്നത്. നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്ന് 6 ഇരുമ്പ് ജനൽപ്പാളികളാണ് അപഹരിച്ചത്. തുടർന്ന് വെള്ളയാങ്കുടിയിൽ പ്രവർത്തിക്കുന്ന ആക്രിക്കടയിലെത്തിച്ച് ഇവർ വിൽപ്പന നടത്തി. സാധന സാമഗ്രികൾ കാണാതായതോടെ CCTVയിൽ കെട്ടിട ഉടമ നടത്തിയ പരിശോധനയിലാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. തുടർന്ന് ഇദ്ദേഹം കട്ടപ്പന പോലീസിൽ പരാതി നൽകുകയായിരുന്നു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കട്ടപ്പന വെട്ടിക്കുഴക്കവല ബിവറേജ് ഷോപ്പിന്റെ സമീപത്ത് വെച്ച് മോഷണം നടത്തിയ 3 പേരെയും കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റം സമ്മതിച്ചു. തുടർന്ന് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൂടാതെ മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങിയ ആക്രിക്കട ഉടമ സ്കറിയ ജോസഫിനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ കടയിൽ മുൻപും സമാന രീതിയിലുള്ള മോഷണ വസ്തുക്കൾ വാങ്ങിയ കേസിൽ ഉടമയെ പോലീസ് താക്കീത് നൽകിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കട്ടപ്പന CI TC മുരുകൻ, SI ഡെജി വർഗീസ്, ASI ലെനിൻ, SCPOമാരായ അനൂപ്, ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വാഗമൺ വഴിക്കടവിലെ ചാർജിംഗ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യാനെത്തിയ കാറിടിച്ച് 4 വയസ്സുകാരൻ മരിച്ചു. തിരുവനന്തപുരം നേമം ശാസ്ത ലൈൻ ശാന്തിവില്ല നാഗമ്മൽ വീട്ടിൽ S അയൻസ്നാഥാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് അപകടം നടന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ശബരിനാഥിന്റെയും പാല പോളിടെക്നിക് അധ്യാപികയായ ആര്യ മോഹന്റെയും മകനാണ് അയൻനാഥ്. ഇവർ ചാർജിംഗ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴായിരുന്നു അപകടം. കുടുംബസമേതം വാഗമൺ സന്ദർശിക്കാനെത്തിയതായിരുന്നു ഇവർ. വഴിക്കടവിൽ ഇവരുടെ കാർ ചാർജ് ചെയ്യാൻ നിർത്തിയിട്ടപ്പോൾ മറ്റൊരു കാർ വന്ന് ഇവരുടെ ദേഹത്തേക്ക് ഇടിക്കുകയായിരുന്നു. കുട്ടിയുടെ അമ്മയെ പരിക്കുകളോടെ ചെറുപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വണ്ടിപ്പെരിയാർ കക്കൈക്കവലയ്ക്ക് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് വയോധികന് പരിക്ക്. ഏലപ്പാറ കോഴിക്കാനം സ്വദേശി വർഗീസിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. ഏലപ്പാറ കോഴിക്കാനം സ്വദേശി വർഗീസിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടം നടന്നത്. വാഹനം അമിത വേഗതയിലായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ വർഗീസിന് തലയ്ക്കും കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റു. വർഗീസിനെ വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. പരിക്കേറ്റ ഇദ്ദേഹത്തെ വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വണ്ടിപ്പെരിയാർ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. വണ്ടിപ്പെരിയാർ സ്വദേശികളുടെ വാഹനമാണ് അപകടമുണ്ടാക്കിയതെന്നാണ് വിവരം. മാതൃകാ ജീവിതങ്ങൾ കുറയുന്നത് സമൂഹത്തിന് ദോഷകരമാകുമെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ. ഇടുക്കി രൂപതാ ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലനത്തിന്റെയും ചെറുപുഷ്പ മിഷൻ ലീഗ് തിരുബാലസഖ്യം സംഘടനകളുടെയും സംയുക്ത വാർഷികം മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൈവവിശ്വാസത്തിന്റെ തലത്തിൽ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായി മാറണം. മാനുഷിക മൂല്യങ്ങളുടെ കാര്യത്തിലും പുതുതലമുറയ്ക്കും സമകാലികർക്കും മാതൃകയാക്കാൻ പറ്റിയ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണം. ക്രൈസ്തവർ എന്ന നിലയിൽ ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ ധാർമ്മികതയും ശീലിക്കുന്നവരും അതിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി നാം മാറണമെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. അത് കൊടുക്കുന്ന രീതി വേണം സിസ്റ്റേഴ്സ് ഒക്കെ പ്രവർത്തിക്കാൻ. സിസ്റ്റേഴ്സ് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ടീച്ചേഴ്സ് മത്സരബുദ്ധിയോടുകൂടി കൂടുതൽ ചെയ്യും. അങ്ങനെ നമുക്കൊരു സന്തോഷത്തിന്റെ അനുഭവമായിട്ട് നമ്മൾ വിശ്വാസ പരിശീലനം മാറണം. സന്തോഷമുള്ള വ്യക്തികളായിട്ട് നമ്മൾ തീരണം. സന്തോഷത്തോടുകൂടി ഈശോയ്ക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കണം.
നമ്മുടെ കഴിഞ്ഞ ഒരു 2023, 24, 25 തുടക്കം ഒരു മെയ് മാസം വരെ ജൂബിലി എന്നെല്ലാം കേട്ടു. ഇപ്പോൾ മഴയായതുകൊണ്ട് നമ്മൾ ജൂബിലി അല്പം മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ജൂലൈ 27-ാം തീയതി വീണ്ടും ജൂബിലി തുടങ്ങുകയാണ്. ജൂലൈ 27-ാം തീയതി ആരുടെ ജൂബിലിയാണ്? രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ അധ്യക്ഷനായിരുന്നു. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ മാഗസിൻ പ്രകാശനം മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ് നിർവഹിച്ചു. പ്രവർത്തന മാർഗരേഖ മോൺസിഞ്ഞോർ ജോസ് നരിത്തൂക്കിൽ പ്രകാശനം ചെയ്തു. വിശ്വാസ പരിശീലനത്തിൽ 25 വർഷം പൂർത്തീകരിച്ച മതാധ്യാപകരെ സമ്മേളനത്തിൽ ആദരിച്ചു. കഴിഞ്ഞ പ്രവർത്തന വർഷത്തിൽ മികവ് പുലർത്തിയ സൺഡേ സ്കൂളുകൾക്കും സംഘടനാ യൂണിറ്റുകൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. രൂപത ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെയും ചെറുപുഷ്പ മിഷൻ ലീഗിന്റെയും ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഐക്കര, ഫാദർ ജിതിൻ പാറക്കൽ, ഫാദർ ജൂബിൻ കായംകാട്ടിൽ, ഫാദർ സെബാസ്റ്റ്യൻ വടക്കേൽ, ചെറുപുഷ്പ മിഷൻ ലീഗ് രൂപത പ്രസിഡന്റ് സെസിൽ ജോസ്, മാർട്ടിൻ മാത്യു, ജെയിംസ് തോമസ്, സിസ്റ്റർ സ്റ്റാർലറ്റ് CMC തുടങ്ങിയവർ സംസാരിച്ചു. വാത്തിക്കുടി പഞ്ചായത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി ബന്ധപ്പെട്ട വേസ്റ്റ് ബിൻ വാങ്ങിയതിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് ചെറുതോണിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതി നിർവഹണത്തിനായി സർക്കാർ അംഗീകൃത കമ്പനികളെ ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കിയാണ് വേസ്റ്റ് ബിൻ വാങ്ങിയിട്ടുള്ളതെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. UDFന് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും LDF പ്രതിനിധികളാണ്. പദ്ധതി ശുപാർശ ചെയ്തത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണെന്നും പഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായി പദ്ധതി നടപ്പാക്കാൻ തീരുമാനിക്കുകയും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വൈസ് പ്രസിഡന്റ് അംഗീകരിച്ച ശേഷമാണ് വേസ്റ്റ് ബിന്നിന്റെ തുക ട്രഷറിയിലേക്ക് അടച്ചതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് പറഞ്ഞു. പദ്ധതിയിൽ ക്രമക്കേടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബിൽ എത്തിയപ്പോൾ വൈസ് പ്രസിഡന്റ് വിയോജിപ്പ് പ്രകടിപ്പിച്ചില്ലെന്നും പ്രസിഡന്റ് ചോദിച്ചു. പദ്ധതി നടപ്പിലാക്കുകയും അതിന്റെ ഉദ്ഘാടന കർമ്മം അവരുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തു. അന്നും ആർക്കും ആക്ഷേപം ഒന്നും ഉണ്ടായിരുന്നില്ല. അഴിമതി ഉണ്ടെങ്കിൽ അത് ഏത് ഏജൻസിയെ കൊണ്ടും അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അത് ജനറൽ കമ്മിറ്റിയിൽ ആവശ്യപ്പെടുകയും ഐകകണ്ഠേന അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷമാണ് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇതിൽ അഴിമതി ആരോപിച്ച് അതിന് വിജിലൻസ് അന്വേഷണത്തിന് വിടുകയും ചെയ്തതിന് തൊട്ടു പുറകെ വൈസ് പ്രസിഡന്റ് രാജിവെച്ചതിൽ അതിലും സംശയം ഉളവാക്കുന്നതാണ്. സംസ്ഥാന സർക്കാർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ ഏറ്റവും കുറവുള്ള വിലയ്ക്ക് വേസ്റ്റ് ബിൻ ലഭിക്കുന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് ഇവ വാങ്ങിയത്. GST അടച്ചു നടത്തിയ ഇടപാടിൽ ക്രമക്കേടുണ്ടെങ്കിൽ ഈ കമ്പനികളെ ശുപാർശ ചെയ്ത സംസ്ഥാന സർക്കാരാണ് ഉത്തരവാദിയെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. പദ്ധതി പൂർത്തീകരിച്ച് മാസങ്ങൾക്ക് ശേഷം LDF പ്രതിനിധി കൂടിയായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദേശത്ത് ജോലിക്ക് പോയി. അവിടെ എത്തി ജോലിയിൽ പ്രവേശിച്ച ശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അഴിമതി ആരോപണം ഇടതുപക്ഷം ഉന്നയിച്ചിരിക്കുകയാണ്. വൈസ് പ്രസിഡന്റിനുൾപ്പെടെ ഇക്കാര്യത്തിൽ കൂട്ടുത്തരവാദിത്തമുണ്ട്. ഏത് പദ്ധതിയെ സംബന്ധിച്ചും വിജിലൻസ് അന്വേഷണം നേരിടാൻ തയ്യാറാണെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ജോസ്മി ജോർജ്, ഡിക്ലാർക്ക് CS, പ്രദീപ് ജോർജ്, ബിപിൻ എബ്രഹാം, അനിൽ ബാലകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജീപ്പ് സഫാരിക്ക് കളക്ടർ ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മോട്ടോർ കോർഡിനേഷൻ കമ്മിറ്റി തിങ്കളാഴ്ച രാവിലെ 10-ന് കളക്ടറേറ്റ് പടിക്കൽ മാർച്ചും ധർണയും നടത്തും. MM മണി MLA സമരം ഉദ്ഘാടനം ചെയ്യും. ജീപ്പ് സഫാരി നിരോധിച്ചത് സാധാരണക്കാരായ ഡ്രൈവർമാരോടുള്ള വെല്ലുവിളിയാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. രംഗത്ത് കളക്ടർ മറ്റാരുടെയും ആരുമായി കൂടിയാലോചിക്കാനോ എന്തെങ്കിലും അവർക്ക് തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളതായി തോന്നിയാൽ അത് ഒന്ന് ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കാനോ എന്നിട്ട് എന്തെങ്കിലും ക്രമീകരണം വരുത്താനോ ഒന്നും കൂട്ടാക്കാതെ ഏകപക്ഷീയമായിട്ട് ഉത്തരവിറക്കുന്ന അനുഭവം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ വഴിയാറാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആയിരക്കണക്കിന് തൊഴിലാളികൾ എന്ന് പറയുമ്പം അവരുടെ കുടുംബങ്ങളടക്കമാണ് വഴിയാതരാകുന്ന നിലപാട്. തൊഴിലെടുത്ത് ജീവിക്കാൻ ആളുകളെ സമ്മതിക്കാത്ത നിലപാട് വരികയാണ്. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, CITU ജില്ലാ പ്രസിഡന്റ് R തിലകൻ, സെക്രട്ടറി KS മോഹനൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ തുടങ്ങിയവർ സംസാരിക്കും. ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ജില്ലയിൽ എത്തുന്നത്. എന്നാൽ മറ്റു വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ജീപ്പ് സഫാരിയാണ് ആശ്രയം. യാതൊരു കൂടിയാലോചനയുമില്ലാതെ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവത്തിൻ്റെ പേരിൽ ജില്ലയെ മുഴുവനുള്ള വാഹനങ്ങളെ ഇതുപോലെ തടസ്സപ്പെടുന്ന ഒരു സമീപനം എടുത്താലും ഇപ്പം മൂന്നാറിൽ വലിയ തോതിൽ ഇങ്ങനെ വാഹനങ്ങൾ കുളുക്കുമലയിലേക്കൊക്കെ വണ്ടി ഓടുന്നുണ്ട്. സാഹസിക യാത്രയ്ക്ക് താല്പര്യമുള്ള ആളുകൾ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വണ്ടി വാടകയ്ക്കെടുത്ത് ഓടുകയാണ്. നമ്മുടെ സഹാക്കളുടെ അതിൻ്റെ സഹാക്കളും അല്ലാത്തവരുമുണ്ട് വാഹന ഉടമകൾ. ഈ വണ്ടിക്ക് CC ഉള്ളതാണ്. ഓടിക്കുന്ന ഡ്രൈവർമാരെ സംബന്ധിച്ചുള്ള അവർ ഓടിക്കുന്നു, ചിലർ സ്വന്തം വണ്ടി ഓടിക്കുന്നു. അതിപ്പം
തേക്കടിയിലുണ്ട്, വണ്ടിപ്പെരിയാറ്റിലുണ്ട്, നമ്മുടെ ഏലപ്പാറയുണ്ട്, വാഗമണ്ണിലുണ്ട്. അങ്ങനെ ജില്ലയുടെ ഏത് ഭാഗത്താണ് ഇല്ലാത്തത്? അപ്പോൾ അത് ജില്ലയാകെ സ്തംഭിപ്പിക്കുന്ന, നൂറുകണക്കിന് തൊഴിലാളികളുടെ കുടുംബം പട്ടിണിയാക്കുന്ന, വാഹനങ്ങളുടെ CC മുടങ്ങുന്ന ഒരു പണിയാണ് ഇപ്പം ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടും അനുകൂല നടപടി ഉണ്ടാകാത്തതിനാലാണ് ഡ്രൈവർമാരെയും തൊഴിലാളികളെയും പങ്കെടുപ്പിച്ച് കളക്ടറേറ്റ് മെഡിക്കലിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതെന്നും നേതാക്കൾ അറിയിച്ചു. അടിമാലി പീച്ചാട് പ്ലാമലയ്ക്ക് സമീപം അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാന ചുരിഞ്ഞു. 40 വയസ്സിലധികം പ്രായം കണക്കാക്കുന്ന പിടിയാനയാണ് ചുരിഞ്ഞത്. സംഭവത്തിൽ വനംവകുപ്പ് തുടർ നടപടി സ്വീകരിച്ചു. പ്ലാമല റെസ്റ്റ്പാറയ്ക്ക് സമീപമാണ് 40 വയസ്സിലധികം പ്രായമുള്ള പിടിയാനയെ കഴിഞ്ഞ ദിവസം അവശനിലയിൽ കണ്ടെത്തിയത്. ആനയ്ക്ക് കണ്ണിന് കാഴ്ചക്കുറവും ചെവിക്ക് കേൾവിക്കുറവും ഉണ്ടെന്ന് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. കാട്ടാനയെ വനംവകുപ്പ് നിരീക്ഷിച്ചു വരുന്നതിനിടയിലാണ് ചുരിഞ്ഞത്. ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലായ കാട്ടാന നാട്ടിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീടാണ് ആനയെ അവശനിലയിൽ കണ്ടെത്തിയത്. വെറ്റിനറി ഡോക്ടർമാരടക്കം സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ആനയ്ക്ക് ചികിത്സ നൽകി വരുന്നതിനിടയിലാണ് ചുരിഞ്ഞത്. സംഭവത്തിൽ വനംവകുപ്പ് തുടർ നടപടി സ്വീകരിച്ചു. കട്ടപ്പന വള്ളക്കടവ് പള്ളിപ്പടിയിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്നും 5,10,000 രൂപ വകയിരുത്തിയാണ് ലൈറ്റ് സ്ഥാപിച്ചത്. നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് ഇവിടെ ലൈറ്റ് സ്ഥാപിച്ചത്. ലൈറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. നമ്മുടെ നാടിന്റെ വികസന സാധ്യതകൾക്കൊപ്പം സൗകര്യങ്ങൾ ഓരോന്നായി വർദ്ധിച്ചു വരുമ്പോൾ അത് മനോഹാരിത നാടിനും സമൂഹത്തിനും എല്ലാവർക്കും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. ഈ ലൈറ്റ് പ്രോജ്വലമായൊരു പ്രകാശമായി ഈ നാടിന് വെളിച്ചം വീശാൻ കഴിയത്തക്ക വിധത്തിൽ സായാഹ്നങ്ങളിലെ രാത്രികാലങ്ങളിലെല്ലാം ഏറെ സഹായകമാകുന്ന ഒന്നാണെന്നുള്ളതിന് സംശയമില്ല. കൂടാതെ നാട്ടുകാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് വള്ളക്കടവ് ടൗണിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള നടപടിയും ഉടൻ സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ബിജു വാഴപ്പനാടി, തങ്കച്ചൻ വാലുമേൽ, അഡ്വക്കേറ്റ് മനോജ് തോമസ്, ജോയി ഞാവള്ളിക്കുന്നേൽ, ജോമോൻ പൊടിപാറ, സോബിൻ ഇലവംപാറയിൽ, ടെസിൻ കളപ്പുര, സജീവ് വാലുമേൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കർഷക സംഘം കട്ടപ്പന സൗത്ത് മേഖലാ സമ്മേളനം വള്ളക്കടവിൽ സംഘടിപ്പിച്ചു. കർഷക സംഘം ഇടുക്കി ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വെച്ച് മികച്ച കർഷകരെ ആദരിച്ചു. കേരള കർഷക സംഘം കട്ടപ്പന സൗത്ത് മേഖലാ സമ്മേളനമാണ് കട്ടപ്പന വള്ളക്കടവിൽ സംഘടിപ്പിച്ചത്. വള്ളക്കടവ് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം കേരള കർഷക സംഘം ഇടുക്കി ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘത്തിന്റെ ചരിത്രത്തിൽ ഇടുക്കി ജില്ലയ്ക്ക് വലിയ പങ്കാണുള്ളതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അയ്യപ്പൻ കോരുന്ന് കുടിയിറക്കിയവരെ അമരാവതിയിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയപ്പോൾ AK നേതൃത്വം നടത്തിയ സമരം, ചുരുളിഗീരത്തോട് എണ്ണമറ്റ സമരങ്ങളാണ്. 16 കുടിയിറക്കുകൾ നമ്മുടെ ജില്ലയിൽ നടന്നു. അതിനെല്ലാം ശക്തമായി ചെറുത്തു നിന്നതിൽ എക്കാലത്തും നമ്മുടെ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. എക്കാലത്തും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മണിയാശാൻ ഉൾപ്പെടെ കുടിയിറക്കിനെതിരായിട്ടുള്ള സമരത്തിൽ പോരാടി ജയിലിൽ കിടന്നിട്ടുള്ള ആളുകൾ നിരവധി ആളുകളുണ്ട്. മണിയാശാന്റെ പേര് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എത്രയോ ആളുകൾ, അതിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, കർഷക സംഘത്തിന്റെ പ്രവർത്തകർ മാത്രമല്ല, ഫാദർ വടക്കനെ പോലുള്ള ഉൽപ്പതിഷ്ണുക്കളായി അന്ന് ചിന്തിച്ചിരുന്ന ആളുകൾക്ക് വന്ന് സമരത്തിനും കൂടി എത്രയോ ആളുകൾ. ചടങ്ങിന്റെ ഭാഗമായി മേഖലയിലെ മികച്ച കർഷകരെ മൊമെന്റോ നൽകി ആദരിച്ചു. നേതാക്കളായ VR സജി, KN ബിനീഷ് കുമാർ, മാത്യു ജോർജ്, CR മുരളി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സെമിനാർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG സത്യൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ഉയർന്നുവരുന്ന ലഹരി ഉപയോഗത്തിനും സാമൂഹ്യ ജീർണതയ്ക്കും എതിരായി കുട്ടികളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് 300ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ച ശിശുക്ഷേമ സമിതി ജില്ലാ ആസ്ഥാനത്ത് ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചത്. ശിശുക്ഷേമ സമിതി അംഗം ബിന്ദു ജോസ് അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG സത്യൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ വേനൽത്തുമ്പി കലാജാഥയിലെ ഒരു സന്ദേശം രാസലഹരിക്കെതിരെ എന്നുള്ളതായിരുന്നു. രാസലഹരി നമ്മുടെ സമൂഹത്തെ ലോകമാകെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു വലിയ ഭീഷണിയാണ്. വിമുക്തി നോഡൽ ഓഫീസർ ബിനു ജോസഫ് ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. ശിശുക്ഷേമ സമിതി സെക്രട്ടറി ഡിറ്റ ജോസഫ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാത ഉപരോധിച്ച് ഭിന്നശേഷിക്കാരൻ. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് നൽകിയ സ്ഥലത്ത് താൽക്കാലിക തേങ്ങ വ്യാപാര സ്ഥാപനത്തിന് മുമ്പിൽ വാഹനങ്ങൾ നിർത്തിയിട്ടെന്നാരോപിച്ചാണ് നടത്തിപ്പുകാരൻ ആത്മഹത്യാ ഭീഷണിയുമായി രംഗത്തെത്തിയത്.
പോലീസും പൊതുപ്രവർത്തകരും ഇടപെട്ട് പിന്നീട് ഇയാളെ റോഡിൽ നിന്നും മാറ്റുകയായിരുന്നു. ഇയാളുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ടൗണിലെ പഞ്ചായത്തിന്റെ പാർക്കിംഗ് സ്ഥലത്താണ്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പലതവണ വാഹന ഉടമകളുമായി തർക്കമുണ്ടായിട്ടുണ്ട്. ഞായറാഴ്ച നല്ല തിരക്ക് അനുഭവപ്പെടുന്ന വണ്ടിപ്പെരിയാർ ടൗണിൽ ഇത്തരം സമരപരിപാടികൾ ആളുകളെ ബുദ്ധിമുട്ടിലാക്കും. പഞ്ചായത്ത് തന്നെ പ്രശ്നത്തിൽ ഇടപെട്ട് തീരുമാനം എടുക്കണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം. കട്ടപ്പന NSS കരയോഗത്തിന്റെ 56ാമത് വാർഷിക പൊതുയോഗം നടന്നു. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R. മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ദൈവദശക ശതാബ്ദി SNDP യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് 2794 നമ്പർ NSS കട്ടപ്പന കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും വനിതാ സമാജത്തിന്റെയും ബാലസമാജത്തിന്റെയും വിവിധ SHGകളുടെയും വാർഷികവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നത്. കരയോഗം പ്രസിഡന്റ് KV വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R. മണിക്കുട്ടൻ യോഗം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയന്റെ ഓഫീസ് കുത്തി തുറക്കുന്നത് നായർ സർവീസ് സൊസൈറ്റിയുടെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അതിനവരെ പറഞ്ഞു വിടുന്നത് NSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇതിനെ ന്യായീകരിക്കാൻ പറ്റുമോ? രാമനാരിയായിട്ടൊക്കെ പോയി ചോദിക്കണ്ടേ? സുകുമാരൻ നായരെ, നിങ്ങൾ എന്താ കാണിച്ചേ? എന്താ പ്രശ്നം? ചോദിക്കണ്ടേ? ചോദിക്കാതിരിക്കാൻ പറ്റുമോ? ചോദിക്കണം. എന്താ പ്രശ്നം? മണിക്കൂട്ടിനാണോ പ്രശ്നം? മണിക്കൂട്ടിന് എന്താ പ്രശ്നം? ഇനി മണിക്കുട്ടനാണ് പ്രശ്നമെങ്കിൽ രാമനാരിയേട്ടൻ പറയണം, മണിക്കുട്ടൻ നീ മാറി നിൽക്ക്. നമുക്ക് മണിക്കുട്ടനും സുകുമാരൻ നായരും KV വിശ്വനാഥനും ശശിയും സുല്ലും ഒന്നുമല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഈ സംഘടനയെ ശക്തമായ ഒരു സംഘടനയാക്കി നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറണം. യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ഹൈറേഞ്ച് NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് AK സുനിൽകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കരയോഗം സെക്രട്ടറി MP ശശികുമാർ പ്രവർത്തക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. വനിതാ സമാജം സെക്രട്ടറി ഉഷ ബാലൻ മാളിയക്കൽ വനിതാ സമാജം റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. യോഗത്തിൽ സ്കോളർഷിപ്പ് വിതരണവും വിദ്യാഭ്യാസ ആനുകൂല്യ വിതരണവും കലാമത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും നടന്നു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. കരയോഗം വൈസ് പ്രസിഡന്റ് അജിത് K. മുരളീധരൻ, MK ശശിധരൻ നായർ, KG വാസുദേവൻ നായർ, PG രവീന്ദ്രനാഥ്, മീനാക്ഷിയമ്മ പരമേശ്വരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ വിജയികളായ സഹകാരികളുടെ കുട്ടികളെ കൊന്നത്തടി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR അനീഷ് ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസ് പരീക്ഷയിൽ 603 റാങ്ക് നേടിയ അനുശ്രീ സത്യനെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും B.Ed ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് 1ാം റാങ്ക് നേടിയ മിന്നു സുരേന്ദ്രനെയും 2024-25 അധ്യയന വർഷം SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ സഹകാരികളുടെ കുട്ടികളെയുമാണ് അനുമോദിച്ചത്. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR അനീഷ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് VM ബേബി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി CS അനീഷ്, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP മൽക്ക, ഗ്രാമപഞ്ചായത്ത് അംഗം CK ജയൻ, രജനി KK, എബി സദാശിവൻ, ശശി ആദിച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. അപ്പ മീഡിയയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഇസ്ലാം ഡിവോഷണൽ ആൽബം ബാപ്പയുടെ ചിത്രീകരണം വണ്ടിപ്പെരിയാറിൽ ആരംഭിച്ചു. സത്രം, പരുന്തുംപാറ എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം നടക്കുന്നത്. അപ്പ മീഡിയയുടെ ബാനറിൽ ഇതിനോടകം 2 ഡിവോഷണൽ ആൽബങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇവ മികച്ച വിജയമായതിന്റെ പിന്നാലെയാണ് മൂന്നാമതായി മുസ്ലിം ഡിവോഷണൽ ആൽബം ഒരുക്കാൻ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പ മീഡിയയുടെ 3ാമത്തെ ആൽബം ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. വണ്ടിപ്പെരിയാർ സത്രത്തിൽ നിന്നുമാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. അപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകാം. SB റഷ്യയുടെ സംവിധാനത്തിൽ ആൽബത്തിന്റെ വരികൾക്ക് സന്തോഷ് സായിയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. റെജി കുമിളി ക്യാമറയും ജയറാം ഗിന്നസ്, മനു എന്നിവർ ഉൾപ്പെടുന്ന ടീമിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ബേബി ലക്ഷണ ഋഷിയാണ്. ஷூட்டிங் பிளேஸ் வந்து ரொம்பவே சூப்பராக இருக்கு. போன ஆல்பம் எப்படி பண்ணியிருந்தோமோ ஷூட்டிங் பிளேஸ் எல்லாமே ரொம்ப அழகாக இருக்கு. இப்போ வந்து நாங்கள் வந்திருக்கிறது அதே ஸ்பேஸ் தான். இங்கே வந்து ரொம்ப அழகான ஸ்பேசஸ் இருக்கு. எங்களுக்கு ரொம்ப பிடிச்சிருக்கு. கண்டிப்பாக உங்களுக்கும் பிடிக்கும். വണ്ടിപ്പെരിയാർ, സത്രം, പരുന്തുംപാറ എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം. ആൽബമാണ്. അതിനുശേഷം ചെയ്തത് ഒരു ഹിന്ദു ഡിവോഷണൽ ആൽബമായിരുന്നു. അത് വൻ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിനകത്ത് അഭിനയിച്ചത് നമ്മുടെ തമിഴ് സിനിമയിലെ സൂപ്പർ ഹിറ്റ് താരങ്ങളെ എല്ലാം അണിനിരത്തി നമ്മൾ ചെയ്ത അത് ആൽബം വളരെ സൂപ്പർ ഹിറ്റായിട്ട് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അടുത്തതായിട്ട് ചെയ്യുന്ന ആൽബമാണ്
ബാപ്പായുടെ ആ ആൽബത്തിന്റെ സംഗീതം ചെയ്തിരിക്കുന്നത് നമ്മുടെ സംഗീതം എന്ന് വെച്ചാൽ ലിറിക്സ് എഴുതിയിരിക്കുന്നത് സതീഷ്, ക്യാമറാമാൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സംഗീതം ചെയ്തിരിക്കുന്ന ആള് സന്തോഷ് സായി, അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടുതലില്ല, അദ്ദേഹം ഉടനെ തന്നെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരും. ഈ ആൽബം ഒരു വമ്പൻ സൂപ്പർ ഹിറ്റ് ആകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതാകും. അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. മതസൗഹാർദ്ദവും പഹൽഗാം ഭീകരാക്രമണവുമാണ് ആൽബത്തിന്റെ ആശയം. ഓണത്തിന് മുൻപ് ചിത്രീകരണം പൂർത്തീകരിച്ച് പ്രദർശനത്തിലെത്തിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തൊടുപുഴയിൽ ശാരീരിക വൈകല്യമുള്ള മകനെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്തു. മരിച്ചത് കുളമാവ് മുത്തിയുരുണ്ടയാർ പുത്തൻപുരയ്ക്കൽ ഉന്മേഷ്, മകൻ ദേവ് എന്നിവർ. സംഭവം കാഞ്ഞിരമറ്റത്ത് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വച്ച. കട്ടപ്പന നഗരസഭാ പരിധിയിലുള്ള ആശാവർക്കർമാർക്ക് നഗരസഭയുടെ ഓൺ ഫണ്ടിൽ ഉൾപ്പെടുത്തി 2000 രൂപ ഇൻസെന്റീവ് നൽകാനുള്ള തീരുമാനം ചുവപ്പ് നാടയിൽ കുടുങ്ങി. പ്രതിസന്ധിക്ക് കാരണം നഗരസഭ ഫണ്ട് വകയിരുത്തിയെങ്കിലും പദ്ധതിക്ക് DPCയുടെ അംഗീകാരം ലഭിക്കാത്തത്. ദേശീയപാത 85 നിർമ്മാണത്തിൽ അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് പിന്നാലെ കോടതിയിൽ ഹർജി നൽകിയ പരിസ്ഥിതി പ്രവർത്തകൻ MN ജയചന്ദ്രന്റെ വീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. തൊടുപുഴയിലെ വീടിന് മുന്നിൽ സമരം നടത്തിയത് അടിമാലിയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MN ജയചന്ദ്രന്റെ വീടിന്റെ ഗേറ്റ് പൂട്ടി. വയോധിക മാത്രമുള്ള സമയം KSEB ഉദ്യോഗസ്ഥനെന്ന വ്യാജേന എത്തിയ അജ്ഞാതൻ വീട്ടിലെ ഫ്യൂസ് ഊരിയതായി പരാതി. സംഭവം രാജകുമാരിയിൽ. ജീവനക്കാരെ അയച്ചിട്ടില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും KSEB അധികൃതർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.